ഹായ് ഓൾ, എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ടൂൾസ് ഇപ്പോൾ ഒരുമിച്ചിട്ട് ഒരൊറ്റ ടൂൾസിൽ ആക്കിയിട്ടാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് മനസ്സിലായില്ല. അപ്പം പല ആൾക്കാരും പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് ആഡ്സ് ഓൺ റീൽസിൻ്റെ ഇൻവൈറ്റ് വരുന്നില്ല, അതുപോലെ തന്നെ ബോണസിൻ്റെ ഇൻവൈറ്റ് വരുന്നില്ല, അതുപോലെ തന്നെ ഇൻസ്ട്രീം ആഡ്സിൻ്റെ ഇൻവൈറ്റ് വരുന്നില്ല. ചില ആൾക്കാർക്ക് ഇൻസ്ട്രീം ആഡ്സിൻ്റെ ഇൻവൈറ്റ് വരുന്നുണ്ട്. അതിപ്പോൾ ഇതോ ഫേസ്ബുക്കിനകത്ത് ഒരു ബഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ ലേൺസ് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയും എത്തുന്നില്ല, അവിടെ സ്റ്റോപ്പായി കിടക്കുകയാണ്. 3 ടൂൾസ് ഒരുമിച്ചിട്ടുള്ള ഒരു ടൂൾസ് ഉണ്ട്, അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ്. ഇതിൽ 3 പെട്ട്, ആഡ്സ് ഓൺ റീൽസ് പെട്ട്, ബോണസ് പെട്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രീം ആഡ്സും പെട്ട്. അപ്പം ഇനി മുതൽ 25-ന് ശേഷം 25-ൻ്റെ തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കും ഫേസ്ബുക്ക് അയക്കുന്നത്. അല്ലാതെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അയക്കാൻ സാധ്യതയില്ല. അത് ഫേസ്ബുക്ക് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ പോയി നമ്മൾ ഒരു പേജിൽ പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പം ഡാഷ്ബോർഡിൽ പോയി ഈ മോണിറ്റൈസേഷൻ്റെ ടൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ആഡ്സ് ഓൺ റീൽസിൻ്റെ മുകളിലുള്ള ആഡ്സ് ഓൺ റീൽസിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ലേൺ മോർസ് എന്നില്ല അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ബാറ്റ എന്നില്ല അതിൽ ഐ ആം ഇൻട്രസ്റ്റഡ് നമ്മൾ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കാണിക്കും. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈസിയർ ദാൻ എവർ ടു ഏൺ മണി അക്രോസ് ദ റേഞ്ച് ഓഫ് കണ്ടന്റ് ഫോർമാറ്റ്സ് ഓൺ ഫേസ്ബുക്ക്. ഈസി ആയിട്ട് എന്ന് വെച്ചാൽ ഈ കണ്ടന്റ് ഫോർമാറ്റിലാക്കുമ്പോഴും ഒരുപാട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പം സിമ്പിൾ ടു ഏൺ, വി ഹാവ് മെർജ്ഡ് ഇൻ സ്ട്രീം ആഡ്സ് ഓൺ റീൽസ് ആൻഡ് പെർഫോമൻസ് ബോണസ് പ്രോഗ്രാംസ് ഇൻ ടു വൺ. ഈ 3 ഒരുമിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ 3 ഒരുമിച്ചിട്ട് ഒറ്റ ടൂൾസിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ ആഡ്സ് ഓൺ റീൽസ്, ഇൻസ്ട്രീം ആഡ്സ്, അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസ്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ക്രിയേറ്റേഴ്സ് ടു ഏൺ ഫ്രം മോർ കണ്ടന്റ് ഫോർമാറ്റ്സ്. അത് നമ്മുടെ ക്രിയേറ്റേഴ്സിന് ഒരുപാട് നല്ല രീതിയിൽ ഈസി ആവുന്ന രീതിയിലാണ് നമ്മളിപ്പം ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഫേസ്ബുക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത് മോണിറ്റൈസ് മോർ കണ്ടന്റ്, ഏൺ മണി ഓൺ യുവർ വീഡിയോസ്, റീൽസ്, ഫോട്ടോസ് ആൻഡ് ടെക്സ്റ്റ് പോസ്റ്റ്. വി ആർ ഓൾസോ എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് സ്റ്റോറീസ് മോണിറ്റൈസേഷൻ ഫോർ സെലക്ട് ബെറ്റ പാർട്ടിസിപ്പൻറ്റ്. അതായത് ഇനി വരും കാലങ്ങളിൽ സ്റ്റോറിക്കും ഏണിങ്സ് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പം ഫേസ്ബുക്ക് നമ്മളായിട്ട് സൂചിപ്പിക്കുന്നത്. അതിപ്പം ബേറ്റ വേർഷനിൽ ഉണ്ട് അത്ര. അതിപ്പം ഇനി വരും കാലങ്ങളിൽ സ്റ്റോറിക്കും നമുക്ക് ഏണിങ്സ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം പിന്നെ മോർ എഫിഷ്യൻറ്റ് ഇൻസൈറ്റ്, ഏണിങ്സ് ഇൻസൈറ്റ് will be streamlined into a single surface so you can see how different formats performs. മനസ്സിലായി? ഒറ്റ ടൂൾസിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ 3 എണ്ണത്തിൻ്റെ നമുക്ക് പിന്നെ പെർഫോമൻസ് നമുക്ക് ആ ടൂൾസിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. അതപ്പം മുമ്പ് നമുക്ക് ഓരോന്നായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം 3 ഒരുമിച്ചിട്ട് ഒറ്റ ടൂൾസിലേക്ക് ആക്കുന്നത്. അതായത് ഈ ഒരു ടൂൾസ്, അതുപോലെ തന്നെ ഈ ഒരു ടൂൾസ്, പിന്നെ ഈ ഒരു ടൂൾസ്, ആഡ്സ് ഓൺ റീൽസ്, ബോണസ്, ഇൻസ്ട്രീം ആഡ്സ്, ഇത് 3 കൂടിയിട്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ളൊരു ടൂൾസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് എന്ന ഒരു പിന്നെ ടൂളായിരിക്കും നമുക്ക് ഇൻവൈറ്റ് വരുന്നത്. അപ്പോൾ അതിലായിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ പിന്നെ ഓണാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ ഇനി അങ്ങോട്ട് ഈ ആഡ്സ് ഓൺ റീൽസും അതുപോലെ തന്നെ ബോണസ്, ഇൻസ്ട്രീമെൻറ്റ്സൊന്നും സെപ്പറേറ്റ് ആയിട്ട് വരില്ല. നിലവിൽ കുറേ ആൾക്കാർക്ക് ഈ ഇൻസ്ട്രീം ആഡ്സ് വന്നിട്ടുണ്ട്. അത് സെറ്റപ്പ് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലേൺസ് മോർ എന്ന് കാണിക്കുന്ന അതിന് അവിടെ സ്റ്റോപ്പ് ആകുന്നു, പിന്നെ വരുന്നില്ല. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, അതൊരു ബഗ്ഗാണ് ഫേസ്ബുക്കിൻ്റെ. ഇനി വരും കാലങ്ങളിൽ അത് മാറിയിട്ട് മൊത്തത്തിൽ 3 ഒരുമിച്ചിട്ടുള്ള കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്നുള്ള ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. മുമ്പത്തെ പോലെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മുമ്പിലും ആഡ്സ് ഓൺ റീൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എപ്പോഴായിരിക്കും നമുക്ക് ബോണസിൻ്റെ ഓപ്ഷൻ കിട്ടല്, ഇനി എപ്പോഴായിരിക്കും നമുക്ക് ഇൻസ്ട്രീം ആഡ്സിൻ്റെ ഓപ്ഷൻ കിട്ടല് എന്ന് ഒരു ഡൗട്ടുണ്ട് പല ആൾക്കാർക്ക്. അപ്പോൾ ആ ഡൗട്ടൊക്കെ അവസാനിച്ച് എല്ലാം മൊത്തത്തിൽ ഒറ്റ ടൂൾസിലാക്കിയിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട്.
ഇതിൽ ഈ കാണിക്കുന്ന ഈ സ്റ്റാർസ് എന്നില്ല ഈ ടൂൾസ് ഇത് നമുക്ക് തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ചെറിയൊരു പെർഫോമൻസ് കാണിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ സ്റ്റാർസ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അതിന് ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതിന്റെ ക്രൈറ്റീരിയ ഞാൻ കാണിച്ചുതരാം. ബാക്കിയൊന്നിനും ഇപ്പം നിലവിൽ ക്രൈറ്റീരിയ ഇല്ല. അതിന് യു ഫോളോ ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി. ഒന്നാമത് നമ്മൾ ഈ ഫേസ്ബുക്കിന്റെ പോളിസി നമ്മൾ ഫോളോ ചെയ്യണം. അതായത് റോങ് അല്ലാത്ത രീതിയിൽ മുമ്പ് ഇവിടെ വീഡിയോ ചെയ്തിട്ട് ഈ കാണുന്ന കമ്പനിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ക്രൈറ്റീരിയയിൽ ഒന്ന് നമ്പർ 1. പിന്നെ ഉള്ളത് പിന്നെ യു റിസൈഡ് ഇൻ എലിജിബിൾ കൺട്രി. അതായത് നമ്മൾ ഈ ഫേസ്ബുക്ക് പരിഗണിക്കുന്ന രാജ്യങ്ങളിലാണോ എന്ന് പിന്നെ നോക്കുന്നത്. അത് സെക്കൻഡ് ഇവരുടെ പോളിസിയാണ്. അപ്പം ഇന്ത്യ ഓൾറെഡി അതിൽ പെട്ട് തന്നെയാണ്. ഇന്ത്യയിലും ഈ സ്റ്റാർസ് ഒക്കെ ആബിൾ ആണ്. അപ്പം അത് കുഴപ്പമില്ല. പിന്നെ യു പ്രൊഫൈൽ അറ്റ്ലീസ്റ്റ് 500 ഫോളോവേഴ്സ്. ഓക്കെ, അപ്പോൾ 500 ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ തന്നെ ഇതിനുള്ള ഒരു പിന്നെ ക്രൈറ്റീരിയ ഏകദേശം ഫിനിഷ് ആയി. പിന്നെ അടുത്തതല്ല, യുവർ പ്രൊഫൈൽ ഹാസ് ഹാഡ് 500 ഫോളോവേഴ്സ് ഫോർ 30 കോൺസിക്യൂട്ടീവ് ഡേയ്സ്. നിങ്ങളുടെ പ്രൊഫൈല് 30 ദിവസത്തിനുള്ളിൽ പിന്നെ 500 ഫോളോവേഴ്സ് റീച്ച് ആവണമെന്നും ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് ആവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഈ ചെറിയൊരു ക്രൈറ്റീരിയ ഉള്ളൂ ഇത് സ്റ്റാർസ് ആപ്പിളായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ, പക്ഷേ ഇനി സ്റ്റാർസ് ആപ്പിളായി കിട്ടിയാലും കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ആരും അയക്കാൻ പോകുന്നില്ല. ഇവിടെ മില്യൺ കണക്കിന് ആൾക്കാർ പിന്നെ ഫോളോവേഴ്സ് ഉള്ളവർക്ക് തന്നെ ആരും നയിക്കുന്നില്ല. അത്യാവശ്യം എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാളെ പിന്നെ ചെറിയൊരു അത് കൂടിയാൽ തന്നെ 20, 30, 40, 50, 100 അങ്ങനെ അയച്ചാലായി. അത് കിട്ടിയാൽ കിട്ടി. അപ്പം അങ്ങനെയാണ്. അതിന് വലിയ പ്രതീക്ഷ കൊടുക്കണ്ട. എന്നാലും കിട്ടിയത് ആക്സെപ്റ്റ് ചെയ്യാം നിങ്ങൾ. പിന്നെ അപ്പോൾ ഇനി അടുത്തെന്ന് വെച്ചാൽ ഈ സബ്സ്ക്രിപ്ഷനുള്ള ബട്ടണ്, ഇതും സെപ്പറേറ്റ് ആയിരിക്കും നമുക്ക് ഇൻവൈറ്റ് വരുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന ഈ ജോയിൻ ബട്ടൺ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫോളോവേഴ്സ്, അതായത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മന്ത്ലി ഒരു ചെറിയൊരു പേയ്മെന്റ് കൊടുത്തിട്ട് അവരുടെ പിന്നെ സബ്സ്ക്രൈബർ ആവല, അതായത് അവർക്ക് കുറച്ചുകൂടി പരിഗണന കൊടുക്കും, അതായത് ആ ചാനലുകാർ. അപ്പോൾ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വന്നത്, നമ്മളെ ഒരു ഫോളോവർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് നമുക്കൊരു മന്ത്ലി പേയ്മെന്റ് എന്നിട്ട് നമ്മളെ പിന്നെ ഫോളോവർ ആയിക്കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുത്ത് അവർക്ക് വേണ്ടി പ്രത്യേക ഒരു മെസ്സേജ്, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു നമ്മളെ കോൺടാക്ട് നമ്പർ, ഇതെല്ലാം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടണ്. അപ്പം അതും സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പം ഈ 5 ടൂൾസ്, പിന്നെ വേറെ ഗോ ടു ലൈവ് എന്നുള്ള സംഭവം, പിന്നെ ലൈവ് ആർട്സ് ഉണ്ട്. അത് നിലവിൽ പ്രൊഫൈൽ കിട്ടിയിട്ടില്ല. പിന്നെ പേജിലൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഫിലിയേറ്റ് മാർക്കറ്റിന്റെ ടൂൾസ് ഉണ്ട്. അതും കൂടി ഓൾറെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിൽ നമ്മളെ ഈ മോണിറ്റൈസേഷന്റെ ടാബിൽ ഓൾറെഡി ഇതിൽ വന്നിട്ട് കാണിക്കുന്നില്ല. നമ്മൾ പിന്നെ ഏതെങ്കിലും റീൽസോ കാര്യങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കുന്നുണ്ട്. അത് പേജിലല്ല, എൻ്റെ പ്രൊഫൈൽ ഓൾറെഡി മോണിറ്റൈസേഷൻ ആയവർക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോൾ ഞാനൊരു പ്രൊഫൈലിൽ പോയിട്ടൊരു പിന്നെ ചെറിയൊരു റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ റീൽസ് നമുക്ക് കയറി എന്നിട്ട് ഇതൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ തമ്പനിയിൽ ഇതിലും ക്യാപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ സി മോർ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഏൺ മണി എന്നുള്ള ഓപ്ഷൻ കണ്ട, ഈ ഏൺ മണിയിൽ ക്ലിക്ക് ചെയ്യുക. ഏൺ മണിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക്. ഇത് യൂട്യൂബ് ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. അപ്പം ഇതിൽ പ്രൊഡക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് നമ്മളുടെ ഫോളോവേഴ്സ് അതിൽ കൂടി ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു നിശ്ചിത ശതമാനം തുക നമ്മൾക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഫേസ്ബുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഒറിജിനൽ പിന്നെ ക്രിയേറ്റിവിറ്റി, അതായത് കോപ്പി പേസ്റ്റ് നടിക്കാതെ നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഫേസ്ബുക്കിൻ്റെ പോളിസിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അതുകൂടെ തന്നെ നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബും മറ്റുള്ള പ്ലാറ്റ്ഫോമിലും ഈ അവരെ വീഡിയോയിൽ കൂടി മാത്രമാണ്
നമുക്ക് ഏണിങ്സ് തരുന്നു. ഇത് ഫോട്ടോസിലും നമുക്ക് ഏണിങ്സ് തരുന്നുണ്ട്. ഇനി വരും കാലങ്ങളിൽ സ്റ്റോറിയിലും ഏണിങ്സ് തരുന്നുണ്ട്. അതുകൂടാതെ ഈ ടെക്സ്റ്റ് മെസ്സേജ് ഇല്ലേ, അതിൽ വരുന്ന കമൻറ്റിനും ലൈക്കിനും വരെ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ അഫിലിയേറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ വന്ന് അപ്പോൾ പിന്നെ ഇൻസ്ട്രീമേഴ്സ്, ആഡ്സ് ഓൺ റീൽസ്, ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമാവും. അതുകൂടാതെ തന്നെ ഇപ്പോൾ 3 ടൂൾസിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 3ഉം ഒരുമിച്ചിട്ട് ഒരൊറ്റ ടൂൾസിൽ, അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിലാക്കിയിട്ട് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറയാനുള്ളതാ, പിന്നെ ചക്കാച്ച. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഗുഡ് ബൈ, ജയ് ഹിന്ദ്.